ഇറക്കിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായി വെച്ചുകൊണ്ട് സ്വർണ്ണപ്പാളയിൽ കൊണ്ടുപോയതെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാറ്റി നിർത്തിയെന്നാണ് നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് വീണ്ടും ഈ സ്പോൺസറായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവരാൻ പറ്റിയത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം വിവാദങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന് എല്ലാ മേഖലയിൽ നിന്നും കിട്ടിയ പിന്തുണയാണ്, ദേവസ്വം വകുപ്പിനും ദേവസ്വം ബോർഡിനും കിട്ടിയ പിന്തുണയാണ് ഇത്തരത്തിലുള്ള ചില വ്യാജ ആരോപണങ്ങൾ ചമച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ ഒരു സുവർണാവസരമായി ഇവിടുത്തെ പ്രതിപക്ഷവും ബിജെപിയും ഉപയോഗിക്കുകയാണ്. ഇന്നലെ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായി ശ്രീ വീൻ വാസുവനുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാടും ദേവസ്വം ബോർഡിന്റെ നിലപാടും 1998 വിജയ് മല്യ സ്വർണം പൂശുന്നത്. ആ കാലഘട്ടം മുതൽ 2025 നിലവിൽ എന്റെ കാലഘട്ടം വരെയുള്ള കാര്യങ്ങൾ, അത് സ്വർണത്തിന്റെ കാര്യമാവട്ടെ, തൂക്കത്തിന്റെ കാര്യമാവട്ടെ, ഇത്തരം അവതാരങ്ങളുടെ കാര്യമാവട്ടെ, സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെടാൻ പോകുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ കോടതിയിൽ ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൌൺസിൽ അത് ആവശ്യപ്പെടും. പിന്നെ ഇപ്പോ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് ഈ സ്വർണ്ണപ്പാളികൾ നവീകരണത്തിന് കൊണ്ടുപോയത്. അതിലൊരു പാളിച്ചയും ദേവസ്വം ബോർഡിന് ഇപ്പോൾ പറ്റിയിട്ടില്ല. തിരുവാഭരണം കമ്മീഷന്റെ നേതൃത്വത്തിൽ അവിടെ എത്തി ശബരിമല എഒയുടെ സാന്നിധ്യത്തിൽ, എക്സിക്യൂട്ടീവ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ, വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ കൃത്യമായ വീഡിയോ ചിത്രീകരണത്തിലോടുകൂടി ആദ്യം തുടക്കത്തിലും മഹസർ തയ്യാറാക്കി, അവസാനവും മഹസർ തയ്യാറാക്കി, സുരക്ഷിതമായ വാഹനത്തിൽ പോലീസിന്റെ അകമ്പടിയോടുകൂടിയാണ് ഇത്തവണ ചെന്നൈയിലേക്ക് തിരുവാഭരണം കമ്മീഷണർ വാഹനത്തിലിരിക്കെ അങ്ങനെയാണ് ചെന്നൈയിലേക്ക് ഞങ്ങൾ സ്വർണം കൊണ്ടുപോയത്. നിങ്ങൾ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഞങ്ങൾ ചെന്നൈയിലേക്ക് വരാനാണെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കയ്യിൽ സ്വർണം കൊടുത്തുവിടുകയല്ല ഞങ്ങൾ ചെയ്തത്. അതായത് ഇപ്പോ അവിടെ തിരുവാഭരണം കമ്മീഷന്റെ കയ്യിൽ ഇപ്പൊ കൊണ്ടുപോയതിനെ സംബന്ധിച്ച് കൃത്യമായ രേഖകളുണ്ട്. ഈ രണ്ട് ദ്വാരപാലകന്മാരുടെയും 14 പാളികളാണ്. 14 പാളികളിലായി 38 കിലോഗ്രാമാണ് ഇപ്പോൾ നിലവിൽ അവിടെ തിരുവാഭരണം കമ്മീഷണർ രേഖപ്പെടുത്തിയതിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ കൊണ്ടുപോകുന്നതിന് മുമ്പ് 14 പാളികളിലായി 38 കിലോഗ്രാം. അതിലുണ്ടായിരുന്ന സ്വർണത്തിന്റെ സാന്നിധ്യം 397 ഗ്രാമാണ്. 397 ഗ്രാം. ഇതിൽ ഈ 14 പാളികൾ ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ടി വന്നില്ല. 12 പാളികൾ മാത്രമേ നമുക്ക് കൊണ്ടുപോകേണ്ടി വന്നുള്ളൂ. അത് 22 കിലോഗ്രാമാണ്. അതിലുണ്ടായിരുന്ന സ്വർണത്തിന്റെ അംശം 281 ഗ്രാമാണ്. ആ 22 പാളികൾ 12 പാളികളിലായി 22 കിലോഗ്രാം തൂക്കം, 281 ഗ്രാം സ്വർണം. അതാണ് ഞങ്ങൾ 281 ഗ്രാം സ്വർണം അതാണ് ഞങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോയത്? ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. അവിടെ ചെന്നൈയിലെത്തി കേവലം 10 ഗ്രാം മാത്രമാണ് ഇതിന്റെ നവീകരണത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി വന്നത്. കേവലം 10 ഗ്രാം മാത്രം. അവിടെ പോയി ഇത് നവീകരണം കഴിഞ്ഞു. കോടതിയുടെ ഇത്തരം കാര്യങ്ങളിലെല്ലാം കോടതിയെ ബോധ്യപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കോടതി തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ കോടതിയുടെ ഉത്തരവനുസരിച്ച് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു. തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 12 പാളികളിലായി 22 കിലോഗ്രാം, 281 ഗ്രാം എന്നുള്ളത് 10 ഗ്രാമും കൂടി 291 ഗ്രാമായി മാറി. അത് തിരിച്ചുകൊണ്ട് ഇവിടെ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 38 കിലോഗ്രാമും പഴയ ഉണ്ടായിരുന്ന 14 പാളികളിലായി ഉണ്ടായിരുന്ന 397 ഗ്രാമും കൂടാതെ അഡീഷണലായി വന്ന 10 ഗ്രാമും കൂടി ചേർത്ത് 407 ഗ്രാം സ്വർണം ഇപ്പോൾ അവിടെ ലോക്കറിലുണ്ട്. കോടതിയുടെ പെർമിഷൻ കിട്ടി. ഞങ്ങൾക്ക് ഒക്ടോബർ 17 ഞങ്ങൾ അവിടെ സ്ഥാപിക്കും. തന്ത്രിയുടെ അനുവാദത്തോടുകൂടി ഞങ്ങൾ അവിടെ സ്ഥാപിക്കും. എന്നിട്ട് നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതാ ഇപ്പൊ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സേവനം തേടിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സേവനം തേടിയത് ഇതൊരു ആധികാരികമായ സ്ഥാപനമാണ് ചെന്നൈയിലുള്ളത്. അതിന്റെ ആധികാരികതയെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ ചാനലുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ആധികാരികമായ സ്ഥാപനത്തിൽ 40 വർഷത്തെ വാറന്റി ഉണ്ട്. ആ 40 വർഷത്തെ വാറന്റി അൺഫോർച്ചുനേറ്റ്ലി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ ആയതുകൊണ്ടാണ്, ഈ 40 വർഷത്തെ വാറന്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സ്പോൺസറുടെ സേവനം തേടേണ്ടി വന്നത്. വെറും 10 ഗ്രാമാണ്. നിങ്ങൾ നോക്കൂ, വെറും 10 ഗ്രാമാണ്
ഞങ്ങൾക്ക് ഇയാൾ സ്പോൺസറായി തന്നിരിക്കുന്നത്. ഈ 10 ഗ്രാം എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന് വഹിക്കാൻ പറ്റുന്ന കാര്യമല്ലേ? പക്ഷെ എന്നിട്ടും ഈ 40 വർഷത്തെ വാറണ്ടി ആയിരുന്നു ഞങ്ങളുടെ പ്രശ്നം. ആധികാരികമായ സ്ഥാപനമാണ്. വേറൊരു സ്ഥാപനത്തിലേക്ക് എത്രയോ കാലങ്ങളായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല, എല്ലാ ദിവസങ്ങളുടെയും കൃത്യമായ കാര്യങ്ങൾ നടത്തുന്ന ആധികാരികമായ ഒരു സ്ഥാപനമാണ്. സ്വാഭാവികമായും ഈ പിന്നെ അയാളുടെ പേരിലായതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സേവനം തേടിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ ഇപ്പോഴാണല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പാർട്ടിയുടെ അവതാരത്തെക്കുറിച്ചൊക്കെ വരുന്നത്. ഇപ്പോഴല്ലേ നിങ്ങളായാലും കോടതിയായാലും എല്ലാവരും കണ്ടുപിടിക്കുന്നത് ഇപ്പോഴാണല്ലോ. അവിടെ ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ കൃത്യമായി, ഞങ്ങൾക്കൊന്നും മറയ്ക്കാനില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ബോർഡ് തീരുമാനിച്ചു, അയാൾക്കൊരു കത്തയച്ചു. എന്താ കുഴപ്പം? അത് അദ്ദേഹത്തിന്റെ പേരിലായതുകൊണ്ട് നിങ്ങളുടെ പേരിലാണ് ഈ വാറണ്ടി. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളെ നിങ്ങളുടെ സേവനം വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അത് സത്യസന്ധമായും സുതാര്യമായിട്ടുമാണ്. അതിനിപ്പോൾ എന്താ കുഴപ്പം? അപ്പൊ അത് ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ സേവനം ആവശ്യപ്പെടുന്നത് കൃത്യമായും സുതാര്യമായും സത്യസന്ധമായിട്ടുമാണ്. അത് 10 ഗ്രാമാണ്. അത് വാറണ്ടി ഉള്ളതുകൊണ്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം വകുപ്പ് മന്ത്രിയായാലും ശരി, ദേവസ്വം ബോർഡ് എന്നുള്ള നിലയിലായാലും ശരി, ഞങ്ങൾക്ക് ഒന്നും മറയ്ക്കാനുമില്ല, ഒളിക്കാനുമില്ല. കൃത്യമായ കാര്യങ്ങൾ അന്വേഷണം. അതുകൊണ്ടാണ് കോടതിയിൽ സമഗ്രമായ അന്വേഷണം ഞങ്ങൾക്ക് കോടതിയുടെ എപ്പോൾ ആവശ്യപ്പെടാൻ പറ്റൂ. കാരണം ഇതുമായി ബന്ധപ്പെട്ട എല്ലാം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങളായതുകൊണ്ട് ഞങ്ങൾക്കിത് കോടതിയിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കോടതിയിൽ ഞങ്ങൾ ആവശ്യപ്പെടും ഇത്തരം അവതാരങ്ങൾ. നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ. ഇപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ ഈ വ്യാജ ആരോപണവുമായി വരുന്നത്. ഇപ്പൊ അയാൾ പെട്ടിരിക്കുകയല്ലേ? അയാളുടെ വാദഗതി ഏറ്റുപിടിച്ചുകൊണ്ട് 4 കിലോ സ്വർണം കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ എന്താ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചൊന്നും മിണ്ടാത്തത്? എന്താ മിണ്ടാത്തത്? പിന്നെ ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്തൊരു വങ്കത്തരമാണ്. സത്യത്തിൽ അതിൽ 4 കിലോഗ്രാം എന്നാണ് പറയുന്നത്. എല്ലാം കൂടി ചേർത്താണ് ഈ 38, 42 എന്നൊക്കെ പറയുന്നത്. അതൊക്കെ അദ്ദേഹം ഒരു സ്ഥാനത്തിരുന്ന് പറയുമ്പോൾ കാര്യങ്ങൾ പഠിച്ചിട്ട് പറയണം. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടൊന്നും ഒളിക്കാനുമില്ല, മറയ്ക്കാനുമില്ല. സത്യസന്ധമായ അന്വേഷണം വേണം. അത് 99 മുതൽ വേണം. ഇവർക്ക് ഈ പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ദേവസ്വം ബോർഡ് ഇതുവരെ അവർ ഭരിച്ചിട്ടില്ല എന്ന് തോന്നും. ആലോചിച്ച് നോക്കൂ. ഇവിടെ ദേവസ്വം വിജിലൻസിന്റെ പേടിച്ച് ഇറങ്ങി ഓടിയ മെമ്പർമാരുടെ ചരിത്രമുണ്ട്. ഇവിടെ ഇറങ്ങി ഓടിയ, ശബരിമലയിൽ നിന്നായാലും ദേവസ്വം ബോർഡിൽ നിന്ന് ഇറങ്ങി ഓടിയ മെമ്പർമാരുടെ ചരിത്രമൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. അങ്ങനെയൊന്നും ഒരു ദുസ്ഥിതി ഞങ്ങൾക്ക് വന്നിട്ടില്ല. ദേവസ്വം വകുപ്പ് മന്ത്രിയായാലും എന്റെ ആയാലും കൈകൾ ശുദ്ധമാണ്. ദേവസ്വം ബോർഡിന്റെ ആയാലും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ ആയാലും കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് ഏതന്വേഷണത്തെയും ഹൈക്കോടതിയിൽ ഏതന്വേഷണം ആവശ്യപ്പെടുന്നതും ഞങ്ങൾക്കൊരു മടിയുമില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം താങ്കൾ പറഞ്ഞു, ഇപ്പൊ ഈ പാളി ഉണ്ണികൃഷ്ണന് കൈമാറുന്ന സമയത്ത് മഹസ്തൽ രേഖപ്പെടുത്തിയത് ചെമ്പ് എന്നതാണ്. അതിൽ ഉദ്യോഗസ്ഥ ഭാഗത്ത് വീഴ്ച ഉണ്ടായി. അതിപ്പോഴല്ലോ, അതിപ്പോഴല്ല. ഇപ്പോഴത്തെ കാര്യത്തിൽ ഒരു വീഴ്ച വന്നിട്ടില്ല. ഇപ്പോഴത്തെ നിങ്ങൾ കേട്ടില്ലേ? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പോ 38 കിലോഗ്രാം സ്വർണം 397 ഗ്രാം കൊണ്ടുപോയത് 12 പീസ്. അത് 22 കിലോഗ്രാം. അതിൽ സ്വർണം 281 ഗ്രാം. ഞാൻ ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ? ഞങ്ങൾക്കിപ്പോ ഒരു ആശയക്കുഴപ്പമില്ല. സ്വർണത്തിന്റെ കാര്യത്തിലായാലും ചെമ്പിന്റെ കാര്യത്തിലായാലും എല്ലാത്തിനും കിലോഗ്രാമിന്റെ കാര്യത്തിലായാലും ഞങ്ങൾക്കിപ്പോ ഒരു സംശയമില്ല. ഉത്തരവിൽ, അതായത് ഉണ്ണികൃഷ്ണനെ ഇത് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ബോർഡ് ഇറക്കിയ ഉത്തരവിലും ഒപ്പം തന്നെ മാസ്റ്ററിലും ചെമ്പ് പാളികൾ ആരാണ് പറഞ്ഞത്? നിങ്ങളുടെ ആരാണ് പറഞ്ഞത്? അത് 2019 കാര്യമാണ്. ആവശ്യമില്ലാത്ത കാര്യം പറയില്ല. 19 ഞാനാണോ ദേവസ്വം പ്രസിഡന്റ്? 2019 വിഷയമൊക്കെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങളല്ലേ? കോടതി തീരുമാനിക്കട്ടെ. ഞാനിപ്പോ എന്റെ കാലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2019 ഉദ്യോഗസ്ഥ വീഴ്ച 2019 കാര്യമൊക്കെ ഞാൻ പറയാൻ ആളല്ല. അതെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിരിക്കുന്ന കാര്യങ്ങളല്ലേ? ആയിക്കോട്ടെ. അതെല്ലാം എനിക്ക് ആയിക്കോട്ടെ. അതൊക്കെ കോടതി അന്വേഷിക്കട്ടെ. അതിനെന്താ നിങ്ങൾക്ക് കുഴപ്പം? കോടതി അന്വേഷിക്കട്ടെ. ആ കാര്യങ്ങളെല്ലാം തന്നെ 99 മുതൽ 2025 വരെയുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. എന്റെ കാലഘട്ടം വരെയുള്ള കാര്യങ്ങൾ അങ്ങനെ ആരെങ്കിലും പറയും? എന്റെ കാലഘട്ടം വരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കട്ടെ കോടതി. സമഗ്രമായി അന്വേഷിക്കട്ടെ. അതിൽ ഞങ്ങൾക്കൊരു മടിയുമില്ല. പിന്നെ 2019 കാര്യമൊക്കെ അന്വേഷണ വിധേയമായിരിക്കുന്ന കാര്യമാണ്. അത് കോടതി അന്വേഷിക്കുന്ന കാര്യമാണ്. വിജിലൻസിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്ന കാര്യമായതുകൊണ്ട് എനിക്കതിനെ സംബന്ധിച്ച് ഉത്തരം പറയാൻ ഞാൻ ആളല്ല. അത് കോടതി ആ കാലഘട്ടത്തെക്കുറിച്ചെല്ലാം ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായെങ്കിൽ ആ ഉദ്യോഗസ്ഥരുടെ വീഴ്ച അന്വേഷിക്കട്ടെ. വീഴ്ചയും 2025 കാര്യം പറയുമ്പോൾ
ഈ 2019 ഇത് അവിടെ വെച്ച് പണി ചെയ്തില്ല, അത് കൊണ്ടുവരാൻ ചെയ്തത്. 2025 സമാനമായിട്ട് എന്തുകൊണ്ട് ഈ വെറും 10 ഗ്രാം മാത്രം പൂശേണ്ട ഒരു വസ്തുവായതുകൊണ്ട് എന്തുകൊണ്ട് ഇവിടെ വെച്ച് അത് പണി ചെയ്തില്ല? എന്റെ പൊന്നു സുഹൃത്ത്, അതൊക്കെ കോടതി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കോടതി അതിന് ഞങ്ങൾക്ക് പെർമിഷൻ വന്നു, തിരിച്ചു വരികയും ചെയ്തു. അതിലൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല. അതൊക്കെ നിങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നതാണ്. സ്പെഷ്യൽ കമ്മീഷൻ അറിയിക്കാൻ വീഴ്ച വന്നുപോയി, അത് പറഞ്ഞല്ലോ. അത് ആ കോടതിയെ ബോധ്യപ്പെടുത്തുകൊണ്ടാണല്ലോ കോടതി ഞങ്ങൾക്കത് പിന്നെ തിരികെ കൊണ്ട് സ്ഥാപിക്കുവാൻ പെർമിഷൻ തന്നത്. ഞങ്ങളുടെ കാര്യങ്ങൾ സുതാര്യമാണ്, സത്യസന്ധമാണെന്ന് ബോധ്യപ്പെടുത്തുകൊണ്ടാണല്ലോ. കമ്മീഷൻ അറിയിക്കണമെന്നുള്ള വ്യവസ്ഥ കൃത്യമായിട്ട് പ്രസിഡന്റ് അറിയാവുന്നതാണ്. എന്നിട്ടും അത് ചെയ്യാതെ എന്തുകൊണ്ടാണ് ഇത് കൊണ്ടുപോയതിനു ശേഷം കോടതി അറിയിച്ചത്? അതൊക്കെ നിങ്ങൾ വരുത്തുന്ന കാര്യങ്ങളല്ല. ഇനി എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച ഉണ്ടെങ്കിൽ അതിനെ അങ്ങ് വലുതാക്കി കാണിക്കുവാനല്ലേ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ബാക്കി കാര്യങ്ങൾ, ഞാൻ എന്റെ കാര്യം സത്യസന്ധമായും സുതാര്യമായും പറഞ്ഞു. വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച കോടതി ബോധ്യപ്പെടുത്തിയല്ലോ. കോടതി ബോധ്യപ്പെടുത്തിയതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. പിന്നെ 2023 വിധിയാണിത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്പെഷ്യൽ ബെഞ്ചുമായി ബന്ധപ്പെട്ട് ഒരു വർഷം 40-50 ഒക്കെ ഉത്തരവ് വരും. അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കാലാവധി 1 വർഷമാണ്. ഈ ഉദ്യോഗസ്ഥർ ഇത് അറിയണമെന്നോ പറയണമെന്നോ ഞാനത് ന്യായീകരിക്കുകയില്ല. പക്ഷേ അതിനെയൊക്കെ സംബന്ധിച്ച് ചെറിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് കോടതിയിൽ ഞങ്ങൾ പറഞ്ഞല്ലോ. അതുകൊണ്ടാണല്ലോ കോടതി ഞങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പെർമിഷൻ തന്നത്. അതിപ്പോ കൊണ്ടുവരികയും ചെയ്തു. ഒക്ടോബർ 17 ഞങ്ങളത് പിന്നെ തന്ത്രിയുടെ അനുമതിയോടുകൂടി പുനഃസ്ഥാപിക്കുകയും ചെയ്തു. എന്താ കുഴപ്പം? ബാക്കിയുള്ള കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. അതെല്ലാം കൃത്യമായും സത്യസന്ധമായും അന്വേഷിക്കണമെന്ന് കോടതിയോട് ഞങ്ങൾ ആവശ്യപ്പെടും. ഒരു കാര്യം ചോദിക്കാനില്ല, നിങ്ങൾ ചോദിക്കുന്നതൊക്കെ കുഴപ്പമാണ്.